അനീഷിന് ബി ഹൗസിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടാകുമെന്ന് നമ്മൾ ഒട്ടും വിചാരിച്ചു കാണില്ല. ഇതാ അനീഷും ഷാനവാസും നല്ല ഉറ്റ സുഹൃത്തുക്കളായിരിക്കുകയാണ്. ഷാനവാസിനെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയതിനു ശേഷമാണ് അനീഷ് തന്റെ മനസ്സ് തുറക്കുന്നത്. ഇതുവരെ ആരുമായി പങ്കുവെക്കാത്ത പല കാര്യങ്ങളും ഷാനവാസുമായി അനീഷ് പങ്കുവെക്കുന്നുണ്ട്. ഇരുവരുടെയും അടികളും ബഹളങ്ങളും എല്ലാം ബി ഹൗസിൽ നമ്മൾ ലൈവായി കണ്ടിട്ടുള്ളതാണ്. ഇനി മുതൽ ഇതാ അവരുടെ സൗഹൃദ ബന്ധമായിരിക്കും നമ്മൾ ലൈവിൽ ഉടനീളം കാണാൻ പോകുന്നത്. അനീഷ് ബി ഹൗസിൽ ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരേ ഒരു വ്യക്തി ഷാനവാസാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളുമാണ് ഷാനവാസുമായി പങ്കുവെക്കുന്നത്. ഇന്നിതാ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അനീഷ് തൻ്റെ ജീവിതത്തിൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം തൻ്റെ ബുക്കിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യണം. അതിനുശേഷം ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കണം. അപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ പല സംശയങ്ങളും അനീഷിനുണ്ടായിരുന്നു. അനീഷ് തൻ്റെ സംശയങ്ങളെല്ലാം ഷാനവാസിനോട് ചോദിച്ചു. പല അഡ്വൈസുകളും ഷാനവാസ് അനീഷിന് നൽകി കഴിഞ്ഞു. പറഞ്ഞ് അനീഷ് താൻ എന്താണ് ഇങ്ങനെയാവാനുള്ള കാരണമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. താൻ 10 വർഷത്തോളമായി ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ അവിടെ മറ്റുള്ളവരോടുമായി ഇടപഴകുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അവരോട് കൂടുതൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ അവർ നമ്മുടെ തലയിൽ കയറും. പിന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു സ്വഭാവം അത് എൻ്റെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകേണ്ടി വന്നു. ഞാൻ വളരെ ലിമിറ്റഡായി തന്നെയാണ് ആൾക്കാരെ ചൂസ് ചെയ്യാറ്. ആ ചൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരുടെ മുന്നിൽ എൻ്റെ മനസ്സ് മുഴുവൻ തുറക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. ആ സുഹൃത്തുക്കളിൽ ഇപ്പോൾ ഷാനവാസ് നീയും എൻ്റെ നല്ലൊരു സുഹൃത്താണ്. തൻ്റെ ജോലിയെക്കുറിച്ചും താൻ വാങ്ങിച്ച വണ്ടിയെക്കുറിച്ചും പിന്നെ തൻ്റെ ജീവിതത്തെയും കുറിച്ചാണ് അനീഷ് ഷാനവാസിനോട് പറഞ്ഞിരിക്കുന്നത്. കാശെല്ലാം സ്വരൂപിച്ച് വെച്ച് തൻ്റെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് ഒന്ന് നിർത്തി. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, പറയുവാൻ ബുദ്ധിമുട്ടാണ്, ഡിസ്കംഫർട്ടാണെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ചെറുതായി ഒന്ന് തൻ്റെ ഡിവോഴ്സിനെ കുറിച്ച് അനീഷ് ഷാനവാസിനോട് പറഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും സൗഹൃദ ബന്ധങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇരുവരും ചിരിച്ചും കളിച്ചും സംസാരിക്കുന്നതെല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അനീഷിന് തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും ഡിവോഴ്സിനെ കുറിച്ചുമെല്ലാം ഷാനവാസിനോട് പറയണമെന്നുണ്ട്. എന്നാൽ അനീഷിന് ചില പ്രൈവസി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അനീഷ് പറയാതിരുന്നത്. ഷാനവാസിന് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായതുകൊണ്ട് തന്നെ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ സമാധാനിപ്പിക്കുകയായിരുന്നു. ബി കഴിഞ്ഞാലും ഇവരുടെ സൗഹൃദ ബന്ധം എന്ന് നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ ബി അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.